സുവിശേഷം 13 മുതൽ 20 വരെ വാക്യം. യേശു ഫിലിപ്പിന്റെ കൈസേരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്നും പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിൽ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു എന്ന് ആകുന്നു എന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നമുക്കറിയാവുന്ന വാക്യമാണ് വായിച്ചത്. സമയത്ത് അവൻ ശിഷ്യന്മാരും കൂടെ അല്ലെ ഇങ്ങനെ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഫിലിപ്പിന്റെ കഥയിലേക്കുമ്പോൾ കർത്താവ് അവരാരും പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന ഒരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. ജനങ്ങൾ മനുഷ്യകൂട്ടത്തെ കുറിച്ച് ആരെന്ന് പറയുന്നു. നമുക്കറിയാം, പലപ്പോഴും ദൈവശബ്ദം നമ്മൾ ആരും ചിന്തിക്കുന്ന ലെവലിലല്ല നമ്മുടെ അടുക്കലേക്ക് എത്തിയിരുന്നത് വരുന്നത് അല്ലെ, ശരിയല്ലേ? ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ആരും ചിന്തിക്കുന്ന ലെവലിൽ നിന്നുമല്ല, ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലാണ് ദൈവം നമ്മളോട് ചെയ്യുന്നത്, നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവശബ്ദം ഇവിടെ ആരും പ്രതികരിക്കുന്നതോ അവിടെ മാറ്റം എന്ന് പറയുന്നത് ചെറിയൊരു മാറ്റമല്ല, ഭയങ്കര മാറ്റമാണ്. അപ്പൊ ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് ചോദ്യം ചോദിക്കുകയാണ്, മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ ആരെന്ന് പറയുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അത് അവരെന്താ പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെന്നല്ല അവർ പറഞ്ഞത്. മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ പറയുന്നതെല്ലാം ഇവർ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട്. അത് ഇവിടെ അകത്ത് ഉണ്ട്. ഒന്ന് സ്വന്തം പറയാ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞോ? ചോദിച്ചപ്പോ ഇവരെന്താ പറഞ്ഞ വായിച്ചു? ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് യേശുവിനോട് പറയണം. വായിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് അപ്പൊ ചോദിച്ചതായിരിക്കും ആ ചോദ്യത്തിന് അപ്പം തന്നെ എന്ത് ചെയ്തു? ഒന്ന് സ്വന്തം പറയാം. നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ സഭയെ കുറിച്ച് നമുക്കില്ലാത്ത പല കാര്യങ്ങളും ആർക്കറിയാം? സ്വന്തം പറയേ ഒന്ന് സ്വന്തം പറയാം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ സംസാരിക്കും കേട്ടോ. നമുക്കറിയാം, നമ്മളെ കുറിച്ച് പോലും അറിയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച് ഒന്ന് സ്വന്തം പറയാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭയെ കുറിച്ച് ഈ സഭയിൽ ഇല്ലാത്തവർ വെളിയിലുള്ളവർ പറയുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? സ്വന്തം പറയാം അല്ലെ? ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മുടെ സഭയിൽ ഇല്ലാത്തവർ വെളിയിലുള്ളതായിരിക്കുന്ന പലരും പറയുന്നത് കേൾക്കാറില്ലേ? നിങ്ങളെ കുറിച്ച് പലരും പറയാറില്ലേ? ഒന്ന് സ്വന്തം പറയാം. അപ്പൊ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പുറത്തുള്ള പലരും പറയുന്നുണ്ട്. ഇതെല്ലാം ഇവരും ചെയ്യുന്നുണ്ട്. ഇനി ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? ഈ പുറത്തുള്ളത് പറയുന്നവർ കേൾക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലും ഏറ്റെടുക്കുന്നത്. ഒന്ന് സ്വന്തം പറയാം. ഈ പുറത്തുള്ളവർ പറഞ്ഞത് ശിഷ്യന്മാരും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇതിവിടെ അകത്തെന്ത് ചെയ്തു? കിടപ്പുണ്ട്. സ്വന്തം പറയാം. അപ്പൊ അതുകൊണ്ട് അവർ പറയാം, പുറത്തുള്ളവർ ആരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞില്ല. പുറത്തുള്ളത് പറയുന്നത് എല്ലാം ഇവിടെ അകത്ത് കയറി കിടക്കുക. നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഈ വചനം എല്ലാം കേൾക്കുമ്പോൾ കർത്താവ് എത്രമാത്രം സംസാരിച്ചാലും ഈ കർത്താവ് പറയുന്നതായിരിക്കുന്ന ആലോചനകളെല്ലാം തട്ടിക്കളയുന്നത് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാം. നമ്മുടെ അകത്ത് ഇങ്ങനെ കിടക്കണം. സ്വന്തം പറയാം. അതിന്റെ പേരിൽ വന്നാണ് എന്ത് ചെയ്യുന്നത്? കർത്താവ് പറയുന്ന ആലോചന വന്ന് വീഴുന്നത്. അപ്പൊ ഈ റബ്ബർ പന്ത് വന്ന് വീഴുന്ന പോലെയാണ്. ഈ വചനം വന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ പേരിൽ വന്നിട്ട് എന്ത് ചെയ്യാം? തീർച്ചയായും നിങ്ങളുടെ സത്യം ഞാൻ പറയാം. ഈ 2025 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി ഇറങ്ങിയവരല്ല. ഈ തിരുവഴുത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അതേപോലെ തന്നെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും തലമുറയിലും ദൈവസഭയിലും സംഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെല്ലാം ഏറ്റവും വലിയ തെളിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതായിരിക്കുന്ന നമ്മുടെ കർത്താവ് തന്നെയാണ്. അത് സ്വന്തം പറയാം. കർത്താവ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ തിരുവഴുത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എവിടെ ജീവിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ വളരും, എങ്ങനെ മരിക്കും, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, എങ്ങനെ സ്വർഗ്ഗാരോഹണം ചെയ്യും, അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിനെ കുറിച്ച് മുന്നമേ ഇതിന്റെ നിർത്തിയിരിക്കുകയാണ്.
അതുകൊണ്ട് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് ആ തിരുവഴുത്തിനെതിരായിട്ട് ശിഷ്യന്മാരും പലപ്പോഴും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചാൽ ഈ തിരുവഴുത്ത് എങ്ങനെ നിവർത്തിയാകും. ഒന്ന് സ്വന്തം പറയാം. ഇനി ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ? പലരും പറയുന്നത് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പറയാം. പക്ഷെ ഈ 2020 ശ്രദ്ധിക്കണം, ഈ തിരുവഴുത്തിൽ പറഞ്ഞതാണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്. ഈ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വചനത്തിനെത്തില്ല, ഒരിക്കലും മാറ്റമില്ല. നിങ്ങൾ നമ്മുടെ വചനത്തോട് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ യേശുവിൽ സംഭവിച്ചതെല്ലാം തിരുവഴുത്തിന്റെ നിവർത്തിയായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും മാതൃക ആരാണ്? നമ്മുടെ കർത്താവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് എന്താ? ഈ തിരുവഴുത്തിന്റെ നിവർത്തി മാത്രമാണ്. അപ്പൊ നമ്മൾ ആ വചനത്തിലുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പൊ യേശു ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ അവർ പെട്ടെന്ന് അവിടെ എന്ത് ചെയ്തു? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ കേൾക്കുന്നതാണ് എന്ത്? ദൈവത്തിന്റെ വചനം. പക്ഷെ ഞാൻ വിഷമത്തോട് പറയട്ടെ, പല പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ വചനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ആരോഗ്യം എന്തൊക്കെയോ പറഞ്ഞ ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. പലയിടത്തും നമ്മൾ പല വിഷയത്തിൽ നടുവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഇത് ചിലരിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ തിരിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? നാളെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ അകത്ത് എടുത്താൽ അവർ പറയുന്നത്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ പറയുന്നത്, ലോകക്കാർ പറയുന്നത്, ദൈവത്തെ അറിയാത്തവർ പറയുന്നത്, ദൈവിക വെളിപ്പാടില്ലാത്തവർ പറയുന്നത് ഒരു പരിധിവരെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവസഭയെ ദൈവജനത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവിന്റെ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് ഈ 2025 എന്ത് ചെയ്യേണ്ടത്? ഈ ലോകത്തിൽ സംഭവിക്കേണ്ടത്. അല്ലേ? ശരിയല്ലേ? ഈ ലോകത്തിൽ സംഭവിക്കേണ്ടതെങ്കിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കേണ്ടത്? നമുക്ക് വചനത്തിലൂടെ ചിന്തിക്കാം. വായിച്ചു. അപ്പൊ ഇത് പെട്ടെന്ന് പറയാം, പെട്ടെന്ന് പറയാം. ഇവരാരും ചിന്തിക്കാത്ത ഒരു ചോദ്യം കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ഒന്ന് സ്വപ്നം പറഞ്ഞേ. ഈ കർത്താവ് ഇന്ന് പകരം നിങ്ങളോട് 2025 ആദ്യത്തെ UPF-ന്റെ മീറ്റിംഗിൽ ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? ജനങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞു ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സഭയെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം പറഞ്ഞേ കേട്ടോ, അല്ലേ? പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? നീ ഒരു സത്യം പറയാം, നിങ്ങൾ പറയുന്നത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. എന്റെ സ്വന്തം പറയാം, ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിവിടെ തുടക്കത്തിൽ കേട്ടൊരു കാര്യമുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ആ ഭക്തൻ പറഞ്ഞെന്നറിയാമോ? നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എന്റെ ദൈവം എങ്ങനെയൊക്കെ അറിയുന്നു എന്ന് ആ സങ്കീർത്തനം നമ്മൾ കേട്ടു. ശരിയല്ലേ? അങ്ങനെ ഇത് പാൽക്കാലം യാതൊരു സംശയവുമില്ല, എന്നെയും നിങ്ങളെയും നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് ഒരിക്കലും തന്റെ തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, തെറ്റ് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ തെരഞ്ഞെടുത്തതായിരിക്കുന്ന ദൈവത്തിന് നമ്മളോട് വ്യക്തമായി സംസാരിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആരോടെങ്കിലും അല്ല ദൈവം പറയുന്നത്, എന്നോട് നിങ്ങളോടും വളരെ വ്യക്തമായിട്ട് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഓർപ്പിച്ചില്ലേ? ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നാം ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് എന്നോട് എന്താ പറയാനുള്ളത്? സ്വതന്ത്രം പറയാം. അതൊക്കെല്ലാം വളരെ കണക്റ്റായിട്ടുള്ള ദൈവികമായിരിക്കുന്ന ആവേശം ചെയ്ത ആലോചനകളാണ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നതെല്ലാം പറഞ്ഞു. ഒരിക്കലും ആന്റി എന്ന് പറഞ്ഞ് പാസ് ആവേശോത്രം ചെയ്തു. അത് ഞങ്ങളുടെ ചർച്ചയിലാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എനിക്ക് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി ആവേശോത്രം ആന്റിയുടെ ചെയ്തു പറഞ്ഞു. അതിനെ കേട്ട് വളരെ സന്തോഷത്തോടെ വന്നിരിക്കുകയാണ്. ഭർത്താവ് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല, ആവേശോത്രം ചെയ്യുന്നു. അപ്പൊ ചർച്ചയിൽ ഈ ആന്റി അമ്മച്ചി ചർച്ചയിൽ അമ്മച്ചിയാണ് അമ്മച്ചിയുടെ ഇരുന്നിട്ട് ഇതിനകത്ത് അമ്മച്ചി ചില കാര്യങ്ങൾ എന്ത് ചെയ്തു? ഈ ആന്റിയോട് പറഞ്ഞു കാരണത്തില്ല. ഭർത്താവ് രക്ഷിക്കപ്പെട്ട് കഴി ഞാൻ ആകെ പ്രാർത്ഥിച്ച ഒരു കാര്യം കണ്ടു. എന്റെ ഭർത്താവ് ചേർത്ത് പിടിച്ചിട്ട് കത്തിക്ക് പിടിച്ചിട്ട് കുത്തി കൊല്ലുന്നതാണ് ഞാൻ എന്ത് ചെയ്യും? ഇത് കേട്ടില്ല, പുള്ളിക്കാരനാകേണ്ട അതിനെല്ലാം എന്ത് ചെയ്തു? പോയി വിഷമിച്ച് 5 മണിയാകുമ്പോൾ വിളിക്കുമ്പോൾ മാസ്റ്റർ അമ്മയെ സ്വന്തം ചെയ്തു. അപ്പോൾ അങ്ങനെ അത് വിളി കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള വിളിയും സന്തോഷമില്ലാത്ത വിളിയും നമുക്ക് ആ ശബ്ദം കേൾക്കാൻ അറിയാൻ പറ്റും. വളരെ വിഷമിച്ചിട്ട് പറയാം, എന്താ മാസ്റ്റർ എനിക്കൊരു കാര്യം ഞാനിങ്ങനെ ചെന്നപ്പോൾ അമ്മച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ് ഈ 2025 അങ്ങനെ സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്.
സ്വന്തം പറയാം. ഇത് നിങ്ങൾ കേൾക്കണം. അമ്മച്ചി ഈ ആലോചന കേൾക്കുന്നതിന് തന്നെ ഞാൻ കേൾക്കുന്നതിന് നമ്മൾ വ്യക്തമായിട്ട് ദൈവാത്മാവ് എന്ത് ചെയ്തു? സംസാരത്തിൽ ഇറങ്ങി പോരുന്നത്. ഹലോ, കർത്താവ് വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് സംസാരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇറങ്ങി പോരുന്നത്. അത് കഴിഞ്ഞപ്പോഴെത്തില്ല പിന്നത്തെ അവിടെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് സ്വന്തം പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക, നമ്മൾ ഈ പറയുന്ന വചനങ്ങളിലേക്കാൾ അപ്പുറമായിട്ടാണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് നമ്മളെ സ്വാധീനിക്കുന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് പോലെയെങ്കിലും ഈ ദൈവവചനം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥിതി മാറിയിരിക്കും. മനസ്സിലായോ? അപ്പൊ കർത്താവ് ചോദ്യം ചോദിക്കുകയാണ്, ജനങ്ങൾ എന്ന് പറയട്ടെ, പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്ന് പറയുന്നു. വർഷങ്ങളായില്ലേ കർത്താവ് വചനം കേൾക്കുന്നത്? ഹല്ലേലൂയ. ഈ 2025 നമ്മൾ ചിലർ പ്രാർത്ഥിക്കും, കർത്താവ് ഈ 2025 എന്ത് സംഭവിക്കുന്നത് എനിക്ക് യാതൊരു ഐഡിയയും സ്വന്തം പറയാം. എന്റെ തലമുറയിൽ എന്ത് സംഭവിക്കുന്നത്? അപ്പൊ കർത്താവ് ചോദിക്കും, കുഞ്ഞ് വർഷങ്ങളായിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയല്ലേ എന്താ സംഭവിക്കുന്നത്? പക്ഷെ നമ്മുടെ അകത്തേക്ക് എന്ത് ചെയ്യുന്നില്ല. വർഷങ്ങളായിട്ട് ദൈവം പറഞ്ഞിരിക്കുക. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ പല വിചാരങ്ങൾ നമ്മുടെ അകത്തേക്ക് കയറി വന്ന് കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ നല്ല നിലത്ത് വിത്ത് വീഴുന്നത് പോലെ വീഴുവാൻ കഴിയാതെ മുള്ളിനിടയിലും പാറസ്ഥലത്തും വഴിയരികിലും ദൈവത്തിന്റെ വചനം വീഴുന്നത് കൊണ്ട് കേൾക്കുമ്പോൾ മാത്രമുള്ള സന്തോഷം. അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വല്ലവരും പറയുന്നതിന്റെ അകത്തേക്ക് എന്ത് ചെയ്യുക? ഈ വചനത്തെ ഞെരുക്കി കളയുന്നു. അപ്പൊ ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ വീഴാൻ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഈ മാസങ്ങളിൽ തന്നെ നിങ്ങളുടെ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടാകും. കാരണം എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളോട് പറഞ്ഞ പല വാഗ്ദത്തങ്ങളും പ്രാപിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞിട്ട് പ്രാപിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? അതിന് വേറെ വല്ല കാരണക്കാരും നിങ്ങൾ തന്നെയാണ്. ഇനി കർത്താവിന്റെ വാഗ്ദത്തം എപ്പോഴാണ് ദൈവം നിവർത്തിക്കുന്നത്? ക്ഷണത്തിൽ ദൈവം ചെയ്യും. ഈ ക്ഷണത്തിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവ ഹിതപ്രകാരം നാം ദൈവ ആലോചന മുമ്പിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ദൈവത്തെ നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ കഥ പറയാണ്, ജനങ്ങൾ നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാണ്, നിങ്ങൾ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചും നിങ്ങളുടെ തലമുറയെ കുറിച്ചും നിങ്ങളായിരിക്കുന്ന ദൈവസഭയെ കുറിച്ചും നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾ പറയുന്നത് പിശാചിന്റെ വിഷയമല്ല. സ്വതം പറയാം. പക്ഷെ നിങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ വിഷയമാണ്. അതാണ് ഞാൻ കർത്താവ് ചോദിച്ചത്. സ്വതം പറയാം. കാരണം എന്താണെന്നറിയാമോ? നമ്മളിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് ചിലത് വരാൻ എന്ത് ചെയ്യുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അത് എന്തെങ്കിലും വരേണ്ടത്, നമ്മുടെ അഭിപ്രായമല്ല വരേണ്ടത്. ആവേ സ്വന്തം ആവേ രക്ഷകരെ, ഈ കർത്താവിന് ആവേ പിതാവായിരിക്കുന്ന ദൈവം എന്ന ഉദ്ദേശത്തോട് ഇവിടെ നടുവിൽ നിർത്തിയിരിക്കുന്നു. ആ ദൈവികമായിരിക്കുന്ന ഉദ്ദേശം എന്ത് ചെയ്യണം? ഈ ജനം തിരിച്ചറിയണം. അതാരാണെന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി ദൈവം തന്നെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്തത്. സ്വന്തം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിയാമോ? കർത്താവിന്റെ വചനം നല്ല നിലത്ത് വീഴുന്ന പോലെ വിത്ത് പോലെ ഒരു വ്യക്തിയുടെ അടുത്ത് വീഴുന്നുണ്ടെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വിലയുള്ളവനാണ്. നമ്മളെല്ലാവരും ആത്മീയ ജീവിതത്തിന് പരാജയം വരുന്നതുമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവവചനം നമ്മുടെ അകത്ത് അതിന്റെ ഫലമുളവാക്കുന്നില്ല. അതിനൊരു കാരണം ഈ പുറത്തുനിന്നൊക്കെ കേൾക്കുന്ന മാനുഷിക അഭിപ്രായങ്ങളും ആലോചനകളും ചിന്തകളുമാണ് എന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കഥ പറയുന്നു, ഈ 2025 ആമേ സ്തോത്രം കർത്താവിനെ സമർപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലയിടത്തും ഉണർവ് നടക്കുന്നു. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ചിലരോടൊക്കെ നമ്മൾ വ്യക്തികളായിട്ട് ചോദിക്കണം, എന്ത് ഉണർവാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയും, പാസ്റ്റർ പറഞ്ഞ് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ എത്തിയ ഉണർവിന് വേണ്ടി ഇത് എന്ത് സാധനമെന്ന് പോലും അവർക്ക് ഒന്ന് തോന്നുന്നു പോലെ. ഹല്ലേലൂയ. അല്ലെ, നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ വിശ്വാസികളെ വിളിച്ചു ചോദിച്ചിട്ട് ഇവരെല്ലാം ഉണർവേണ്ടി പ്രാർത്ഥിക്കാൻ കൈ കഴിച്ചു കൂടി ആരാധിക്കും. എന്നാണ് അവരോട് ചോദിച്ചില്ല, ഉണർവേണ്ടി പ്രാർത്ഥിച്ചല്ലോ, എന്തുണർവാണ് ദൈവം അയക്കേണ്ടത്? എന്തുണർവാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും പറയാൻ. അപ്പൊ അവർ പറയും, പാസ്റ്റർ പറഞ്ഞാൽ എവിടെ കണ്ടത് ഉണർവ് നടക്കുന്നു, നമ്മുടെ സാഹചര്യം എന്തിനാണ്? ഇതിലെന്ത് നിങ്ങൾക്ക് സത്യം മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വിളിച്ചു പറയണം, നാളെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്, നാളെ എന്റെ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്, നാളെ എന്റെ സഭയിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഹല്ലേലൂയ.
അങ്ങനെ ഇന്ന് രാത്രി ദൈവാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത് നമ്മുടെ നാവിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിന് വളരെ ഗൗരവമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുമെന്ന് അറിയാം, അത് ഞാൻ നിങ്ങളുടെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് പറയാം. പക്ഷെ എനിക്ക് അതല്ല വിഷയം. നിങ്ങൾ എന്ത് പറയുന്നു? ഇനി അടുത്ത വാക്യം നമ്മുടെ സമയം പോവുകയാണ്. ഒഴിച്ചു വായിച്ചു ഇതിനൊക്കെ ഒരുപാട് വാക്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അവർ ചോദിച്ചത് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എന്തെന്നറിയാമോ? ഈ സംഭവം പത്രോസിന്റെ അകത്തെത്തിയ കിടക്കണേ തോന്നണം പറഞ്ഞേ അല്ലെ? ഇത് ഉള്ളി കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മേളിൽ എത്തിയായി. ജനം പറഞ്ഞതെല്ലാം ഇങ്ങനെ ഇങ്ങനെ കയറി വന്ന് ഇതിനെ താഴ്ത്തി എന്തിരിക്കുക സ്വതന്ത്രം പറഞ്ഞേ. ഇത് പത്രോസിന്റെ അകത്ത്. പക്ഷെ ഈ സംഭവം എന്താണെന്നറിയാമോ? ഇത് ജഡരക്തം പറഞ്ഞ കാര്യമല്ല. ഇത് ദൈവം വെളിപ്പാടിൽ പത്രോസിൽ പകർന്നിരിക്കുന്ന സംഭവമാണ്. ഈ സംഭവം എവിടെ കിടക്കുക? പത്രോസിന്റെ അകത്ത് കിടക്കുക. പിതാവിൽ വെളിപ്പെട്ടതായിരിക്കുന്ന ആവേശം ദൈവികമായിരിക്കുന്ന പദ്ധതി പത്രോസിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മേളിൽ വന്ന് എന്ത് ചെയ്യുക? ഈ ജനം പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്ന് അതിനെ മൂടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം കർത്താവ് എന്ത് ചെയ്തു? ഇതിനൊന്ന് പുറത്തേക്കങ്ങട്ട് സ്വന്തം പറഞ്ഞേ. നിങ്ങൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ മാർക്കറ്റ് പോകുന്നവരായി മാറരുത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൈവവചനം ചിലത് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ദൈവവചനം കേൾവി. ഹല്ലേലൂയ. അപ്പൊ പത്രോസിനോട് പത്രോസ് പറയാണ്, നീ ആരാ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു. അടുത്തത് ഉടനെ കർത്താവ് എന്താ പറഞ്ഞത്? യേശു അവനോട് നീ പറഞ്ഞത് ശരിയാണെന്നാണോ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചോ, കർത്താവ് വാക്ക് ശ്രദ്ധിച്ചോ? ചെറിയവനായ ശീമോനെ നീ ഭാഗ്യവാൻ. ഒന്ന് സ്വന്തം പറഞ്ഞേ. അവിടെ പത്രോസിൽ സംഭവിച്ചതായിരിക്കുന്ന ഒരു ഭാഗ്യ പദവിയെ കുറിച്ച് കഥ പറയാണ്. നീ ഭാഗ്യവാൻ. തിരുവചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാനെന്ന് തിരുവചനം പറയുമ്പോ നമുക്ക് അതെല്ലാം കിട്ടിയെങ്കിൽ അതൊന്നും വലിയ വിലയില്ലാത്ത സംഭവമാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്. ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവൻ ആരാ? അവൻ ഭാഗ്യവാൻ എന്ന് തിരുവചനം പറയുമ്പോ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗ്യ പദവി ചെറിയ സംഭവം അല്ലേണ്ട ദൈവങ്ങളെ. നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്ന പല ഭാഗ്യപദവികൾ എന്തിരിക്കുക. അവൻ ഈ ലോകത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ചിന്തകൾ അതെല്ലാം ഹൃദയത്തിന്റെ ആഴത്തിന് അടിയിലേക്ക് അതെല്ലാം ചവിട്ടി താത്തിയിട്ട് അവൻ നമ്മൾ എന്തിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുക? വിചാരപ്പെട്ട് ഓരോ ദിവസം നമ്മുടെ വിചാരം കൂടി ഉള്ള സന്തോഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. ഹല്ലേലൂയ. പക്ഷെ ഇങ്ങനെ ഒരു വിശ്വാസം വിളിച്ച് പറയുമ്പോൾ നിങ്ങളൊരു ഗൗരവം മനസ്സിലാക്കണം. ദൈവം നിങ്ങളെ ഓർത്ത് ദുഃഖിക്കണേ. ഹലോ, നമ്മൾ ഈ കർത്താവിനെ തുണിച്ചവരെയൊക്കെ ആരാധിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥന വിഷയങ്ങളൊക്കെ മല പോലെ നിൽക്കുക. അത് വിടുതൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ദൈവം തരേണ്ട നന്മ ദൈവം തന്നു കഴിഞ്ഞു. അതോർത്താ നാം ദൈവത്തെ ആരാധിക്കുന്നത്. പക്ഷേ ആ നന്മ നമുക്കിപ്പോഴും വിടുതൽ കിട്ടിയില്ല. ഹല്ലേലൂയ. കഥ പറയാണ്, നീ ഭാഗ്യവാൻ. പറഞ്ഞ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് സിമ്പിൾ കാര്യമില്ല പറഞ്ഞേ. നീ ജീവനുള്ള ദൈവത്തിന്റെ നമ്മൾ എത്ര പ്രാവശ്യം കർത്താവ് നീ പരിശുദ്ധനാണ്, നീ ഉന്നതനാണ്, നീ സർവശക്തനാണ്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ സംഭവമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രം പറയാം. നമ്മൾ ചിന്തിച്ചിട്ടിരിക്കുക ഇനി കർത്താവിൽ പറയുന്ന പുതിയ വാക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കണ്ടുപിടിച്ചിങ്ങനെ അല്ലേ? ഹല്ലേലൂയ. ആമേൻ. ഇനി അതാണ് ഇവിടെ സംഭവത്തിൽ ഗൗരവമായ സംഭവം ഉണ്ടായിരുന്നത്. ഒഴിച്ചു വായിച്ചു. നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല സ്വർഗസ്ഥനായ പിതാവത്തിന് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഈ വാക്ക് അവൻ പത്രോസ് നാവ് കൊണ്ട് വിളിച്ചു പറയുമ്പോൾ അവിടെ നടന്നതായിരിക്കുന്ന ഒരു ദൈവികമായിരിക്കുന്ന ആമേ സ്തോത്രം ചെയ്യുന്ന പദ്ധതി അല്ലെ? ശരിക്കും പറഞ്ഞാൽ പിതാവും സ്വർഗവുമായിട്ടുള്ളതായിരിക്കുന്ന ഒരു ബന്ധം, ഒരു വാതിൽ അവിടെ തുറക്കുക പത്രോസിന്റെ ജീവിതത്തിൽ അല്ലെ? ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ പറയാണ്, ഇത് നിനക്ക് ജഡരക്തങ്ങൾ വെളിപ്പെടുത്തി തന്നതല്ല. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതാ. പത്രോസേ, ഇത്രയും നാള് നിന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു മരം മാറിപ്പോയി. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു. ഏത് വാതിലാ? നിത്യതയുടെ വാതിൽ. ഹലോ,
അപ്പൊ വെളിപ്പാടെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? മല നീക്കി കാണിക്കുക അല്ലെ? പത്രോസ് പറഞ്ഞതായിരിക്കുന്ന വാക്കിന്റെ ഗൗരവം നീ ഭാഗ്യവാനോ അല്ല, നീ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ആമേ, സ്വന്തം ചെയ്തു. നീ ആരോട് പറയണമെന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് കണ്ട വാക്കിന് നമ്മുടെ ഇപ്പോഴത്തെ ആത്മീയ നിലവാരം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സിമ്പിൾ കാര്യമല്ലേ പറഞ്ഞേ? നീ ജീവനുള്ള ദൈവത്തിന്റെ നമ്മൾ ആരാധിക്കും പറയും കർത്താവ് നീ ജീവനുള്ള ദൈവമാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്നത് വെളിപ്പാടിൽ അല്ല. ഹലോ, നമ്മൾ ഈ പറയുന്ന വാക്കതും കർത്താവ് നീ സർവശക്തനാണെന്ന് നമ്മളത് വെളിപ്പാടി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്ന? ഒരു വാക്കിൽ തന്നെ നമ്മൾ കർത്താവ് എന്ത് ചെയ്യുക? നമ്മുടെ എല്ലാ ഭാഗവും മാറി സർവശക്തനായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുക? ആരാധിക്കുക. ശരിയല്ലേ? ഹല്ലേലൂയ. ഇവിടെ സംഭവം പറയാണ്, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതാണ്. അതിന്റെ അർത്ഥം ഇവിടെ ഒരു സംഭവം നടന്നു നിന്റെ മുമ്പിൽ. നമ്മുടെ മുമ്പിൽ നിങ്ങൾ സത്യം മനസ്സിലാക്കുക, ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് വാതിലുകളുണ്ട് കേട്ടോ. നമ്മുടെ മാർഗത്തിൽ നീ തുറന്നാൽ ആരും അടക്കത്തില്ല, നീ അടച്ചാൽ ആരും തുറക്കത്തില്ല. ഈ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ആത്മമണ്ഡലത്തിൽ യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വെളിപ്പാടിൽ ദൈവത്തെ സേവിക്കുന്നവനാണ്. ഹലോ, ഹല്ലേലൂയ. ദൈവം അങ്ങനെ പറയുക. നമുക്ക് പത്രോസിന്റെ ജീവിതത്തിൽ ആ വാക്ക് പറഞ്ഞപ്പോ പറയാണ്, ഇത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്ക് എന്ത് ചെയ്ത വെളിപ്പെടുത്തി തന്നത്. അപ്പൊ വെളിപ്പാടിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? നിന്റെ മുമ്പിൽ ഇന്ന് ഒരു വാതിൽ തുറന്നു. ആ വാതിലൂടെ നിനക്ക് എന്ത് ചെയ്യാം? തുറന്ന വാതിലൂടെ നോക്കിയാൽ നിനക്ക് ഒരു പിതാവിനെ കാണാം. ഹല്ലേലൂയ. അപ്പൊ ആ വാക്ക് എവിടെ നിന്ന് വന്നു? ആ വാക്കിന്റെ ആമേ സ്തോത്രം യാഥാർത്ഥ്യം എന്താണ്? അതിൽ നടന്ന ദൈവപ്രവൃത്തി എന്താണെന്ന് ആമേ കർത്താവ് പത്രോസിനോട് വിളിച്ചു പറയുമ്പോഴാണ് പത്രോസിന് അതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഇത് തന്നെയാണ് ദൈവമക്കളെ, നമ്മൾ സൺഡേയിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നുണ്ട്. എല്ലാം നമുക്കൊരു പിടുത്തമടില്ല. പിശാച് പറഞ്ഞ സിമ്പിൾ കാര്യമാണെന്ന് പറയുമ്പോൾ അവിടെ നടന്ന ദൈവപ്രവൃത്തി എന്താണെന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുമ്പോഴാണ് നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. ശരിയല്ലേ? അപ്പൊ പത്രോസിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അവന്റെ മുമ്പിൽ ഒരു വാതിൽ. ഏത് വാതിലാ? നിത്യതയുടെ വാതിൽ. നമ്മൾ എബ്രായ വിശ്വാസത്തെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നത്, അവർ ദൂരത്തിരുന്നത് കണ്ടു, അഭിവന്ദിച്ചു, എന്നിട്ട് അവർ ഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അന്യരും പരദേശികളുമാണ്. ഹലോ, ഇനി നിങ്ങൾ ഇവിടെ ഗൗരവമായിട്ട് എടുക്കണേ. ഞാനെപ്പോഴും ഞങ്ങളുടെ സഭയിൽ പറയുന്നത്, നിങ്ങളുടെ മരണത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം കേട്ടോ. നമ്മൾ വിശ്വാസികൾ ആരും മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ മാനസാന്തരപ്പെടും. നമ്മൾ ചിന്തിക്കുന്നത് അറിയാം, നാളെ വീടും നാളെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസവും ഇവിടെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആരും ഇവിടെ പരിചയമില്ല, കർത്താവ് പരിചയം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്നാലും വിശ്വാസി നമ്മുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ഇവിടെ വായി പറയും, കർത്താവ് ഉടനെ എന്ത് ചെയ്യും. പക്ഷെ ഈ കർത്താവ് വരുമെന്ന് പറയുന്നത് നമ്മൾ കർത്താവ് വരാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ടോ? അപ്പൊ ഈ വാക്കൊക്കെ ശരി വെറുതെ ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാ? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഗൗരവം ഒന്നും ദൈവജനത്തിന് എത്തില്ല. ഹലോ, ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പൊ അതിന്റെ കുഴപ്പമെന്ന് പറയാം, വെളിപ്പാട് നഷ്ടപ്പെട്ടു പോകുന്നു. കർത്താവ് പറഞ്ഞില്ലേ, വെളിപ്പാടില്ലാത്ത ഇടത്തെത്തി ജനം വെളിപ്പാട് ഇല്ലാത്തടത്ത് ജനം എന്ത് ചെയ്യുന്നു? വെളിപ്പാടില്ലാത്തടത്ത് ജനം എന്ത് ചെയ്യുക? അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും, കർത്താവ് വെളിപ്പാട് എന്ത് ചെയ്യണം? വെളിപ്പാട് എന്താന്ന് പോലും നമുക്ക് ഇതാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പരാജയം. സ്വന്തം പറഞ്ഞേ, പത്രോസിനോട് കർത്താവ് പറയാണ്, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്ക് എന്ത് ചെയ്ത് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ നിന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു മാനം മാറിപ്പോയി. അതേന്ന് പറയാ, ദൈവം എന്റെ പിതാവായിട്ടുള്ളതായിരിക്കുന്നത്. ശരിയല്ലേ? എത്ര പേർക്ക് ഉറപ്പുണ്ട് എനിക്ക് നല്ലൊരു അപ്പനുള്ളത്? നമ്മൾ ഇത്ര വർഷമായിട്ടും അല്ലേ, നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ആദ്യം തുറന്ന വാതിൽ അവിടെയല്ലേ? കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അവിടെയാണ് വാതിൽ പറയണം അല്ലേ? ഹലോ, ഈ ദൈവത്തോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈ ദൈവത്തെയല്ലേ ആരാധിക്കുന്നത്? ഈ ദൈവസന്നിധിയിലല്ലേ നമ്മൾ ഓടി വരുന്നത്? പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, നമുക്കുള്ള വെളിപ്പാട് എന്താ? നമുക്കുള്ള വെളിപ്പാട് ജനങ്ങൾ പറയുന്നത്, വീട്ടുകാർ പറയുന്നതാ, സഭയിൽ വിശ്വാസി പറയുന്നതാ, ഭാഷ പറയുന്നതാ, സ്വന്തം പറഞ്ഞേ. പക്ഷെ ഇതുപോലെ കാലം ഇതിന്റെ രാത്രി ഇതിന്റെ തോന്നിരിക്കുന്ന ദൈവജനത്തോട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നാം ദൈവഹിതത്തിന്റെ മുമ്പിൽ നാം മനസ്സുപുതുക്കി രൂപാന്തരപ്പെടാൻ തയ്യാറാകണം. ഇവിടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവവചനത്തിന്റെ മുമ്പിൽ നാം നമ്മുടെ എന്ത് ചെയ്യണം? മനസ്സുപുതുക്കി നാം രൂപാന്തരപ്പെടാൻ തയ്യാറാകണം. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആദ്യകലാണ്. അപ്പോൾ തന്നെ 2025 പെട്ടകം പണിയേണ്ടത് പോലെ എന്ത് ചെയ്യണം? പെട്ടകം
നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ഇനി ഒരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ സഭയിൽ വന്ന ഒരാൾ നിത്യതയിൽ പോകുകയാണെങ്കിൽ ദൈവം നിത്യതയ്ക്ക് വേണ്ടി കണ്ട ആരും നിങ്ങളുടെ സഭ വിടത്തില്ല. ഹലോ, അതിനെ പറ്റിയ കാര്യം. ഹലോ, ഈ നമ്മുടെ സഭ ഒരാൾ വരുന്നത് എന്തിനു വേണ്ടിയാ? ലോക പെട്ടകം പടുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവസാനം എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ പാടുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. കളിയെല്ലാം തീർന്നപ്പോൾ ഈരനായിട്ട് എവിടെ വന്നെന്നാ പറയാ? ലോകയുടെ പെട്ടകത്തിന്റെ വാതിലിന്റെ മുമ്പിൽ വന്നു. ആരാ കൊണ്ടുവന്നത്? ദൈവത്തിനറിയാം. ഇതിൻ്റെ അകത്ത് കയറാൻ ഒന്നും എത്തിയിട്ടില്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കുന്ന ലെവലല്ല. ദൈവസഭ ദൈവത്തിൻ്റെതാണ്. അതിനെ കുറിച്ച് എവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മളിപ്പോ മനുഷ്യർ പറയണ കേട്ടിട്ട് പറയും എന്താ സംഭവിക്കാമെന്ന് ഒരു പിടുത്തവും. പക്ഷെ ദൈവസഭയെ കുറിച്ച് ദൈവസഭയുടെ ജനത്തിന് എന്ത് ചെയ്യണം? വെളിപ്പാടുണ്ടാകണം. ആ വെളിപ്പാടിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ സഭയെ പണിയും. നമ്മളിവിടെ വായിച്ചു വരുന്നത് വായിച്ചു. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്തിന് നിനക്ക് എന്ത് ചെയ്തത്? അപ്പൊ പുത്രനായിരിക്കുന്ന കർത്താവ് ഇവിടെ നിൽക്കുമ്പോ ഒരു കാര്യം പറയാണ്, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ആരോ? എന്റെ പിതാവാണ്, സ്വർഗസ്ഥനായ എന്റെ പിതാവ്. അതിന്റെ അർത്ഥം എന്താ? ഈ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്, നിനക്ക് അറിയാത്ത കാര്യം, നിന്റെ ബുദ്ധിയിൽ ഇറങ്ങി ചെല്ലുവാൻ കഴിയാത്ത കാര്യം, നിന്റെ ബാബയെ സ്തോത്രം ചെയ്ത് ലോകത്തൊരു മനുഷ്യർക്കും പറയാൻ കഴിയാത്ത കാര്യം, ഈ പറഞ്ഞ കാര്യം നിനക്ക് എന്റെ പിതാവ് വെളിപ്പെടുത്തി തന്നത് എന്തിനു വേണ്ടിയാ? ആ പിതാവ് നീയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അല്ലേ? ഹല്ലേലൂയ. ഈ താഴേക്ക് വായിച്ചു. അതിന് അടുത്ത വാക്യം പറയാണ്, നീ ഇപ്പൊ ആരാ? പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. കർത്താവ് സഭയെ കുറിച്ച് പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ എല്ലാ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന കാര്യമോ? ഞാനൊരു സഭയെ പണി, മാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോൾ നമ്മൾ അതിനെ ചിന്തി. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയാണ് ഞാൻ എന്റെ സഭ. അപ്പൊ സഭ ആരുതാ? ഈ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എന്ത് ചെയ്തു? സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവസഭയെ കുറിച്ച് നമുക്കുള്ള വെളിപ്പാട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ വചനപ്രകാരം ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യം ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് നമ്മളിലൂടെ ദൈവത്തിന്റെ കാര്യം ചലിക്കുവാൻ തുടങ്ങും. അതിനെ തടുക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ പാതാള ഗോപുരങ്ങൾ ദൈവസഭയിൽ ജയിക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ അതിന് ആൻസർ പറഞ്ഞേ. ആര് പണിതുകൊണ്ടാ? പാതാള ഗോപുരങ്ങൾ ഒരു സഭയെ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ആര് പണിയുന്നത് കൊണ്ടാ? നമ്മളിപ്പോ വായിച്ചില്ലേ, ഞാൻ എന്റെ സഭയെ പണിയും. പിന്നെന്താ പറഞ്ഞേ? ഇടക്കിടക്ക് പാതാള ഗോപുരങ്ങൾ ജയിക്കും, ഇടക്കിടക്ക് എന്ത് ചെയ്തില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് ഇന്നത്തെ എല്ലാ സഭയെ കുറിച്ച് പറയാം. കർത്താവിന്റെ വചനം പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നത് സഭയിൽ നടക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേ? പാതാള ഗോപുരങ്ങൾ അതിനെ ചെയ്തിട്ടില്ല. ദൈവസഭ എന്ത് ചെയ്തില്ലെന്നാ പറഞ്ഞേ? പാതാള ഗോപുരം ജയിക്കത്തില്ല. നിങ്ങൾ സത്യം മനസ്സിലാക്കുക, പാതാള ഗോപുരങ്ങളുണ്ട്. ഇതിന്റെ ലക്ഷ്യം ഏതിനെയാ? ദൈവ സഭയെയാ. അതുകൊണ്ടാണ് കഥ പറഞ്ഞത്. അവിടെ കർത്താവ് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇവരുടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാനോ ഇവർക്ക് ഇറങ്ങി ചെല്ലാനോ മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യമാണ് വെളിപ്പാടാണോടെ പറഞ്ഞു കൊടുക്കുന്നത്. നീ ആരാധ പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. നിന്റെ ജീവിതത്തിൽ ഇപ്പൊ മാറി, ശീമോൻ ഇപ്പൊ ആരായിട്ട് മാറി. അപ്പൊ വെളിപ്പാടുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരത്തില്ലേ? ഒരു മാറ്റം പറഞ്ഞെന്താ? അവനെ വെളിപ്പെട്ട ദൈവ പ്രവൃത്തി, അവൻ തിരിച്ചറിഞ്ഞ ദൈവ ഇഷ്ടം. ഇപ്പൊ പത്രോസ് പറയാണ്, ഞാനിപ്പോ ആരാ? ശീമോനാന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ഞാൻ ആരാ? ഞാൻ പത്രോസാണ്. എന്നെ കുറിച്ച് ആരും എന്ന് പറയട്ടെ, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പത്രോസാണ്. നമ്മളിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരും പറയുന്നില്ല. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതല്ല ഒന്നാമത്തെ കാര്യം. നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു അത് ദൈവത്തിന് വിഷയമാണ്. കാരണം ഓരോരുത്തരിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് എന്ത് ചെയ്യണം? ഓരോരുത്തരുടെ അകത്ത് ദൈവിക വെളിപ്പാടുണ്ടാവണം. കാരണം നമ്മളിൽ എല്ലാം സംഭവിച്ചൊരു ദൈവിക വെളിപ്പാടുണ്ട്. നമ്മളിൽ സംഭവിച്ചൊരു ദൈവപ്രവൃത്തിയുണ്ട്. ആ ദൈവപ്രവൃത്തിയാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പാടില്ലെങ്കിൽ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, നമ്മൾ നിൽക്കുന്നത് മണ്ണിന്മേലാണ്. ഹലോ, നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്?
മണ്ണിന്മേൽ. ഇത് വചനം പറയുന്ന സത്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് മാസ്റ്റർ ആ ദൈവദാസൻ വിശ്വാസത്തിൽ നിന്ന് പോയി, ആ സഹോദരൻ വിശ്വാസത്തിൽ നിന്ന് പോയി, ആ സഹോദരൻ വിശ്വാസത്തിൽ നിന്ന് പോയല്ല നമ്മളിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു പിന്നെ അവർ മടങ്ങി വരാൻ വേണ്ടി എന്ത് ചെയ്യുക. പക്ഷെ ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവവചനത്തിന്റെ നിവൃത്തിയാണ്. ഹലോ അല്ലെ? യേശുവിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്നിട്ട് പറഞ്ഞു, എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ആരെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ മനസ്സിലാക്കണം, അവരെ കാണിക്കാൻ പത്രോസിനോട് ശിഷ്യന്മാരോട് പറഞ്ഞില്ല. കാരണം അവർക്ക് ആ ആളെ അറിയാനേ പാടില്ല. സ്വതന്ത്രം പറഞ്ഞേ. എന്നിട്ട് കഥ പറയണം, ഞാൻ കാണിച്ചു തരാം. അവൻ ആരാ? ആഴത്തിൽ കുറിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് വന്നില്ലേ. തിരുവനന്തപുരം പറയുന്നു, ആ വീട്ടിൽ നേരെ കാറ്റടിച്ചു, വൻപഴ ചൊരിഞ്ഞു. പക്ഷെ അത് പാറമേൽ അടിസ്ഥാനം ഉള്ളതായതുകൊണ്ട് അത് വീണില്ല. രണ്ടാമത്തെ വീട് കേട്ടിട്ട് എന്റെ വചനം ചെയ്യാത്തവൻ അവൻ എവിടെയാ? മണലിന്മേൽ. എന്താ സംഭവിച്ചത്? വൻപഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, പിന്നെ അഡ്രസ് പോലും ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇങ്ങനെ നാം ദൈവജനത്തിലെ സത്യം മനസ്സിലാക്കി നമ്മളിൽ വെളിപ്പെട്ട ദൈവികമായിരിക്കുന്ന പ്രവൃത്തിയെ കുറിച്ചുള്ള ദൈവിക വെളിപാടിൽ ഈ 2025 നിൽക്കാൻ തയ്യാറാണെങ്കിൽ കഥ പറയാ, ഞാൻ പണിയും. തലമുറയെ ദൈവം പണിയും, കുടുംബത്തെ ദൈവം പണിയും, സഭയെ ദൈവം പണിയും. തിരുവനന്തപുരം പറയുന്നു, 2024 നിനക്ക് തരുന്ന പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ല. അപ്പൊ ഈ വചനം കേൾക്കുമ്പോ എന്താ വേണ്ടത്? വെളിപാട് വേണം. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണിയുന്ന സഭയെല്ലാം ആരും കുടിച്ചു കളയും. കത്താ കുടിക്കുന്നില്ല, പാതാള ഗോപുരം എന്ത് ചെയ്യും? അതിനെല്ലാം അതൊക്കെ ഭാഷ പറഞ്ഞ് ശരിയാണ്, കുടിക്കാനുള്ള സമയം തന്നെയുള്ളൂ. സ്വന്തം പറഞ്ഞേ അല്ലേ? മറ്റേന്നെ എന്ത് ചെയ്തു? അതെല്ലാം കുടിച്ച് സ്വന്തം പറഞ്ഞേ അല്ലെ? പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യും? അതിനെല്ലാം കീഴടക്കിയിരിക്കും. അതെന്റെ ലോകത്തിൽ കാണും. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, കർത്താവ് പണിയുന്ന സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. അപ്പൊ നമ്മുടെ ദൈവത്തിന് വലിയ പ്ലാനും പദ്ധതിയും ഉണ്ട്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ ദൈവാലോചന പ്രകാരം ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മൾ യഥാസ്ഥാനപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, വർഷങ്ങളായിട്ട് നമ്മൾ കിളഞ്ഞു പരിശ്രമിക്കുന്ന പല മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ അങ്ങനെ നമുക്ക് വേണ്ടി അനുകൂലമായി ചലിക്കാറുള്ളത്. നമ്മൾ കരയുന്നത് വർഷങ്ങളാണെങ്കിലും വചനം പറയാണ്, പ്രതിക്രിയ എപ്പോഴാണ്? വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവൻ രക്ഷിക്കുന്നില്ല. വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. നമുക്ക് വായിക്കാം. ഇവിടെ എന്താ പറയുക? ആ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. ഇടവ്യക്തങ്ങളല്ല, സ്വർഗസ്വനായ പിതാമത്തിന് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ എന്റെ സത്യം പറയട്ടെ, യഥാർത്ഥ പാറ ആരാ ശരിക്കും പറഞ്ഞ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് വെളിപ്പാട് വേണം. എന്താ? നമ്മളിപ്പോ എല്ലാം ആരായിട്ട് മാറി? ദൈവത്തിന്റെ മക്കളല്ലേ? ഈശോ പാറയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാം ആരായിട്ട് മാറി? പാറ കഷ്ണങ്ങളായിട്ട് മാറി. ഈ പാറ കഷ്ണത്തെ ആരോട് വെച്ച് പണിയുന്നത്? ആരത്തെ വെച്ച് പണിയോ? പത്രോസിൽ നടന്ന ദൈവിക പദ്ധതി, ദൈവസഭയെ കുറിച്ചുള്ള വെളിപാട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം, ഈ ദൈവപുത്രന്റെ മേൽ നമ്മളെ പണിയുന്നു. നമ്മൾ ആരായിട്ട് മാറുന്നു? ദൈവ മക്കളായി മാറുന്നു അല്ലെ? നമ്മൾ പാറ കഷ്ണങ്ങളായി മാറുന്നു. അപ്പൊ എന്ത് സംഭവിക്കുക? ഈ പാറ കഷ്ണമായിട്ട് ആര് മാറിയിട്ടുണ്ടോ അവരെന്ത് ചെയ്യും? ഈ ക്രിസ്തു എന്ന പാറമേൽ വെച്ച് ദൈവം പണിയും. ഇത് നമുക്ക് നമ്മളെ കർത്താവിൽ നമുക്കുള്ള വെളിപാടാണ്. സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ പത്രോസിനോട് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യും? എന്റെ സഭയെ പണിയും. പത്രോസെ, അപ്പൊ നീ ആരായി? എന്റെ സഭയിലെ അംഗമായി. അപ്പോസ്തലൻ പ്രവൃത്തി പറഞ്ഞില്ലേ, കർത്താവ് ചേർത്തു. ആരെ ചേർക്കുന്നേ? ആ സത്യം അവയെ സ്വതന്ത്രം ചെയ്യുന്നു. പത്രോസിനോട് പറയുക. എന്നിട്ട് പറയുന്നു, ഞാൻ പണിയും. പത്രോസ്, ഇവിടെ നിനക്ക് എന്തില്ല? ഒരു റോളും ഇല്ല. ഞാൻ പറയുന്ന കാര്യം നീ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. നമ്മൾ കർത്താവ് പറയുന്ന കാര്യം മനസ്സിലാകുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആദ്യം നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്കറിയാം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ എത്തിക്കുക. എങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഒന്നാമത്തെ കാര്യം, ആദ്യം നമ്മൾ യഥാസ്ഥാനപ്പെടണം. ദൈവം നമ്മളെ നിർത്തിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ അല്ലേ? ഒഴിച്ചു വായിച്ചു. അവിടെ ചില കൈമാറ്റങ്ങൾ നടക്കുക. നീ എവിടെ വന്നതാ? നീ പറഞ്ഞ വാക്ക് എന്റെ പിതാവ് നിനക്ക് എന്ത് ചെയ്തു? ഇത് വെളിപ്പെടുത്തി തന്നു. എന്നിട്ട് അവിടെ ചില കൈമാറ്റം നടക്കുക. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അല്ലാതെ നീ ദൈവം തന്നെ പറഞ്ഞു ഓക്കെയാണോ? നീ പറഞ്ഞു ശരിയാ, നിന്നെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞാൽ നീ നമുക്ക് നാളെ കാണാന്ന് പറഞ്ഞ കർത്താവ് കിട്ടോ? അവിടെ നടന്ന ദൈവപ്രവൃത്തി എന്താണെന്ന് പത്രോസിനോട് വ്യക്തമായ ദൈവപ്രവൃത്തിയാണ് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നു നിനക്ക് ഇപ്പൊ ആരെ കാണാം? ഒരു പിതാവിനെ കാണാം അല്ലെ? ഈ പിതാവിന്റെ അടുക്കലേക്ക് നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യാം?
നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എനിക്ക് പിതാവില്ല, ഇവിടെ എനിക്ക് മാതാവില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞൊരു ആവേശം കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ തുള്ളിച്ചാടി ആരാധിക്കുന്നു. സ്വർഗത്തിൽ നമുക്ക് നല്ലൊരു അപ്പനുണ്ട്. ആ അപ്പന്റെ ഇഷ്ടം ഞാൻ എന്ത് ചെയ്യാം? ഈ ഭൂമിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകണ്ടേ? ആരൊക്കെ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യും? സ്വന്തം പറഞ്ഞേ. പക്ഷെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ വിളിച്ചെന്തിനാണെന്നറിയാമോ? പത്രോസിന് പറയാ, ഇതിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു. എന്താ? പിതാവ്. ഈ പിതാവ് എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ. നമ്മളിപ്പോ എവിടെയാ? ഭൂമിയിൽ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ പിതാവിന്റെ അടുത്തേക്ക് നാളെ എന്ത് ചെയ്യണം? ഇതാണ് അപ്രതീകമായിരിക്കുന്ന വെളിപ്പാട്. എന്ന സ്വന്തം പറഞ്ഞേ. പിതാവ് എവിടെയാണോ നമ്മൾ പറയുന്നത് അതൊക്കെ എല്ലാം ഓക്കെ തന്നെയാ. ആത്യന്തിക വെളിപ്പാടെന്ന് പറഞ്ഞാൽ പിതാവിന്റെ അടുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നാളെ ആ പിതാവ് ഈ ഭൂമിയിൽ ഏൽപ്പിച്ച കാര്യം, അതാ നമുക്ക് മാതൃ കർത്താവ് തന്നത്. പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യം എന്ത് ചെയ്തു? ഇബ്രാഹിം ഈശ്വരനെ കുറിച്ച് പറയുന്നു, തന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അവൻ അലക്ഷ്യമാക്കി. ആ വാക്കിന്റെ അർത്ഥം എന്താ? ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സന്തോഷം ഈ ലോകത്തിലേക്ക് പ്രതിസന്ധി എത്തിയ ഒരു വിശ്വാസിക്ക് നേരിടാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ദൈവമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷവും. ദൈവരാജ്യത്തെ കുറിച്ച് കഥ പറയാൻ വയലിൽ ഒഴുക്കി വെച്ചത് ഇനി അതൊരു മനുഷ്യൻ കണ്ടു. വചനം പറയുന്നു, അത് കണ്ട അന്ന് മുതൽ അവനൊരു സന്തോഷം. അതിന് എന്ത് ചെയ്യുന്ന പറഞ്ഞ ആ സന്തോഷത്താൽ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ അവസാനമാകും വയലിൽ. സ്വർഗ്ഗരാജ്യത്തെ കുറിച്ച് പറയുക. സ്വന്തം പറഞ്ഞേ. ഞാൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഉറവിടം എവിടെയാണ്? ശരിയല്ലേ? ഇനി ഒരാഴ്ച ജോലി കിട്ടിയ സന്തോഷം, ഒരാഴ്ച ജോലി കിട്ടിയില്ലെങ്കിൽ ആരാധനക്കും വരത്തില്ല. അപ്പൊ ചോദ്യം, ഇത് ഇവിടുത്തെ സന്തോഷമാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വിശ്വാസം നിത്യതയെ പോകുമോ? ഈ വചനം പറയുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നമ്മുടെ അകത്ത് ദൈവത്തിനൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ എല്ലാം ജീവിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ സന്തോഷത്തെയാണ് ലോകത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത്. എന്താണെന്നറിയാമോ? നമുക്കില്ലാത്ത പലതും ആർക്കുണ്ടെങ്കിലും എന്താ ലോകം തിരിച്ചറിയും? എനിക്കില്ലാത്ത പലതും അവനില്ല, എനിക്കുള്ള പലതുമില്ല, പക്ഷേ എനിക്കില്ലാത്ത ഒന്നുണ്ടെന്ന് അവൻ എപ്പോഴും സന്തോഷമുള്ളവനാണ്. നമ്മളതിനെ തിരിച്ചറിയുന്നത് അത് ഏത് സന്തോഷമാണ്? അത് അവൻ സേവിക്കുന്ന ദൈവത്തിന്റെ സന്തോഷമാണ്. അപ്പൊ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ എന്ത് ചെയ്യാ? ഞാൻ നിനക്ക് തരുന്നു. അവൻ എന്താ സംഭവിക്കാൻ പോണ? ഇപ്പൊ താക്കോല് കിട്ടി. എവിടെ താക്കോല? ഭാഗ്യപദവിയാണോ? അതിനെക്കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാൻ നിനക്ക് തരുന്നു. അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടെ കേട്ടത് എന്ത് ചെയ്യും? സ്വർഗത്തിൽ കേട്ടപ്പെടും. ഇത് നിങ്ങളുടെ സത്യം പറയട്ടെ. നമ്മൾ എന്ന് രക്ഷിക്കപ്പെട്ടോ അന്ന് മുതൽ നമ്മൾ ഇവിടെ ചലിക്കുമ്പോ നമ്മുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വർഗവും ചലിക്കുന്നുണ്ട്. ഒരു വെളിപ്പാടിലേക്ക് വളരണം. സ്വന്തം പറഞ്ഞേ. കാരണം എന്താ സംഭവിച്ചത്? നമുക്ക് ഒരു അപ്പൻ എവിടെയാ? സ്വർഗത്തിൽ. നമ്മൾ ഭൂമിയിൽ. ഈ അപ്പന് നമ്മളോടുള്ള കണക്ഷൻ നമ്മളിപ്പോ എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ അപ്പന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ആര് ചെയ്യുന്നുവോ? തിരുവനന്തപുരം പറയുന്നു, നീ ഇവിടെ ചെയ്യുന്ന അനുസരിച്ച് അവിടെ ഒരു ചലനം നടക്കും. അങ്ങനെയെങ്കിൽ അധികാരത്തിൽ നാം പ്രാർത്ഥിക്കണം. ഈ വെളിപ്പാട് നാം ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ എന്ത് ചെയ്യണം? നാം ഉത്സാഹിക്കണം. തിരുവനന്തപുരം പറയുന്നു, ആമ നീ ചെയ്യുന്നത് എന്ത് ചെയ്യും? ഇവിടെ ഉള്ള ഒതുങ്ങുന്ന സംഭവമല്ല. ഒരു കണക്ഷൻ അവിടെ സംഭവിച്ച ആ പറഞ്ഞോട് കഥ പറഞ്ഞത്, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ കൈമാറുന്നു. നീ ഇവിടെ കെട്ടുന്നത് എന്ത് ചെയ്യും? അവിടെ കെട്ടും. ഇവിടെ അഴിക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം എന്താ? ഇവിടെ ഇരുന്ന് ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യുന്നുവോ അത് ഇവിടെ കൊണ്ട് തീരുന്നതല്ല. ഇവിടെ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാം? മറ്റൊരു രാജ്യമായിട്ട് ഇതൊരു ലിങ്കാണ്. ഹലോ, ഹല്ലേലൂയ. ഇതാണ് വെളിപ്പാട്. ഈ വെളിപ്പാടിലേക്ക് വരുത്താതിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ പറയട്ടെ, അവൻ സന്തോഷമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഇതിലേക്ക് വരാൻ വേണ്ടി ഒറ്റ കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമല്ല. പെട്ടെന്ന് നമ്മൾ മടങ്ങി വരും. സ്വന്തം മടങ്ങി. ചില വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ശരിക്കുള്ള സന്തോഷമുണ്ട്. ചിലർക്ക് പരിക്കുന്ന സമയത്തൊക്കെ അവർ പറയും, എന്റെ പാസ്റ്ററെ ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ അമ്മനെ എടുക്കാൻ. ചിലർ പറയട്ടെ, പാസ്റ്ററെ എപ്പോഴും എടുക്കാൻ ഇന്ത്യയില്ലേ? കാരണം അവർക്കറിയാം ഇവിടെ വീട്ടിൽ എന്താണെന്ന് ഒരു ഐഡിയ. ഇത് നമ്മൾ ശിശുക്കാരുടെ സ്വന്തം പറഞ്ഞു. ഈ 2025 ആഴ്ചയോടെ കൊണ്ടുവന്നിരിക്കുക. ഇനി ഇതിന്റെ അവസാനം ആരൊക്കെ ഉണ്ടാവുന്നത് നമുക്കറിയാം. കഥാവിന്റെ മരം എപ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം കഥ പറയാണ്, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ എല്ലാവരുടെ കയ്യിലുമുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തോ നമുക്ക് തിരിച്ചറിവുണ്ട്. നിത്യതയും നമ്മളുമായിട്ട് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സ്വർഗം ചലിക്കണം. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ നമ്മൾ ആത്മാവിൽ എന്ത് ചെയ്യണം? ദൈവിക വെളിപ്പാടിൽ കഥാവിന് വേണ്ടി ജീവിക്കുവാൻ ഈ 2025
ദൈവസഭയായി നിന്നുകൊണ്ട് ഹല്ലേലൂയ ആമേൻ കുടുംബമായി നിന്നുകൊണ്ട് ദൈവിക പദ്ധതികൾ ചെയ്യുവാൻ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.